ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് സാക്കർ ലേക്ക്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സാക്കർ ലേക്കിനെ പറ്റിയിട്ട്. പക്ഷേ ആ അവസരത്തിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്കർ ലേക്ക് എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രതീക്ഷയായിട്ട് ഞാൻ അവിടെ ചെന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു ചെറിയ തോട് പോലെ ഒഴുകി പോകുന്ന വെള്ളവും ചെറിയൊരു കളക്ഷൻ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ മാസങ്ങളിൽ നല്ല മഴ കിട്ടിയ അവസരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിൽ ആ സാക്കർ ലേക്ക് എന്ന് പറയുന്ന സ്ഥലത്തിന് എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നത്, നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് സാക്കർ ലേക്ക് എന്ന് പറഞ്ഞാൽ അബുദാബി എമിറേറ്റിൻ്റെ കൂടെയുള്ള അലൈൻ എന്ന് പറയുന്ന എമിറേറ്റിലാണ്. അബുദാബിൻ്റെ അലൈൻ എമിറേറ്റ് ഒന്നിച്ചാണ്. അലൈനിലാണ്, അലൈൻ പാലസിൻ്റെ അടുത്താണ് ഈ സാക്കർ ലേക്ക്. ഏതാണ്ട് 140 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഉദ്ദേശം. 1 മണിക്കൂർ 25 മിനിറ്റ്, 1 മണിക്കൂർ 30 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട്, ഇടയ്ക്കുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പം എല്ലാ വഴികളും ക്ലിയറായി എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവല്ലേ? ശരി, വിട്ടേക്കാം. സമ്മർ തുടങ്ങി, ഇപ്പോൾ വേനൽക്കാലം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേനൽ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു 36-37 ഡിഗ്രി ഉണ്ടാവണം ചൂട്. ഈ അടുത്ത കാലത്ത് മഴയൊക്കെ പെയ്തുകൊണ്ട് ടെമ്പറേച്ചർ കുറച്ച് താഴാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞു. ഇതാണ് SMBZ റോഡ്. ഈ റോഡെന്ന് പറഞ്ഞാൽ റാസൽ ഖൈമ മുതലിട്ട് സൗദി ബോർഡർ വരെയുണ്ട്. അപ്പോൾ ഈ റോഡിൽ ഒരു 10-15 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് അവിടെ നിന്ന് ദുബായ് അലൈൻ റോഡുണ്ട്. ദുബായ് അലൈൻ റോഡിലോട്ട് പോകും. ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ്. അപ്പോൾ ഇന്ന് ഓഫ് ഡേ ആണ്. പക്ഷേ യു കൻ വാച്ച് ദ ട്രാഫിക്. ആണെങ്കിൽ പോലും സാമാന്യം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. അപ്പോൾ വർക്കിംഗ് ഡേയ്സിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ആയിരിക്കും. സ്ലോ മൂവിങ് ട്രാഫിക്, അത്യാവശ്യം സമയമെടുത്ത് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാഫിക് ആയിരിക്കും. ഞാനിപ്പോൾ ഗൂഗിളിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ 164 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. 1 hour 40 minutes ഉണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 10 ലോക്കൽ ടൈം 10:30 ആയി. 1 hour 40 minutes പറയുമ്പോൾ 11:30 12:10 ആകുമ്പോൾ അവിടെ എത്തണം. അപ്പോൾ ശരിക്കും വന്നിട്ട് അവിടുത്തെ ഒരു റിയൽ ഹൈ ടെമ്പറേച്ചർ നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്താണെന്നുള്ളത് ലെറ്റ്സ് സീ ആൻഡ് എൻജോയ് ദി സമ്മർ. പറഞ്ഞിട്ടുണ്ടായിരുന്നു ജബേൽ ഓഫീസ് എന്ന് പറഞ്ഞിട്ട്. നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫ്രണ്ടിൽ കാണുന്ന ജബേൽ ഓഫീസ് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ്. അതിൻ്റെ താഴെയാണ്, ജബേൽ ഓഫീസിൻ്റെ താഴെയാണ് ഗ്രീൻ മോബുസറ എന്ന് പറയുന്ന പച്ച കാർപ്പറ്റ്, ഗ്രീൻ കാർപ്പറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്.
ഗൈസ് വഴി തെറ്റി ഗൈസ്. ഗൂഗിൾ ആൻറ്റി എന്നെ വഴി തെറ്റിച്ചു. ഇപ്പോൾ വഴി കണ്ടുപിടിച്ച് പോവാണ്. ചോദിക്കാനായിട്ട് ആരെയും കാണാനില്ല. ഗൈസ് വഴി തെറ്റി ഒരിടത്ത് ചെന്ന് പെട്ടപ്പോൾ നമുക്കൊരു സഹായം കിട്ടിയിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ പോകുന്ന കാറ് ആള് സാക്കറിലോട്ടാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സാക്കറിലോട്ടുള്ള റൂട്ട് ആളെ തന്നെ പിന്തുടർന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സാക്കറിലേക്ക് എന്ന് വെച്ചപ്പോൾ ആൾക്ക് വലിയ പിടുത്തമില്ല. നോക്കട്ടെ, ഒരാൾ കൊണ്ട് ചെന്നെത്തുന്നിടത്തുനിന്ന് ഗൂഗിൾ വഴി കാണിക്കേണ്ടിരിക്കുന്നത്. നമ്മൾ എത്തുമായിരിക്കും അവിടെ. അനദർ 10-15 മിനിറ്റ്സിനകത്ത് അവിടെ. ഈ റൗണ്ട് റോഡിന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജബേല ഫീത്തിലോട്ടുള്ള റോഡാണ്. നമ്മൾ സ്ട്രേറ്റ് പോകും സാക്കിലേക്ക്. ലെഫ്റ്റ് ജബേല കാണുന്ന ജബേല. ശരിക്കും ഇവിടെ വന്നിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. രണ്ട് സൈഡിൽ നല്ല പച്ചപ്പും മരങ്ങളും ഒക്കെ ആയിട്ട്. ഒറ്റ പ്രശ്നമുള്ളൂ, സ്പീഡ് കൂടാതെ നോക്കണം. 100 കിലോമീറ്റർ സ്പീഡ്. ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു 12,500 രൂപയുടെ ഒരു ഓല വീട്ടിൽ വരുന്നുണ്ട്. അലൈനെയും അബുദാബിയും തമ്മിൽ ബന്ധിക്കുന്ന ട്രക്ക് റോഡാണിത്. ഇതുവഴിയാണ് ട്രക്ക് മൂവ്മെൻറ്റ്സ് അബുദാബി ടു അലൈൻ ടു അബുദാബി ട്രക്ക് മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. ഈ ട്രക്സിനൊന്നും നോർമൽ ഹൈവേ കൂടെ പോകാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. നമുക്ക് പെർമിറ്റഡ് അവേഴ്സ് ഉണ്ട്. ഈ ട്രക്ക് റോഡ് ഈ റോഡെന്ന് പറഞ്ഞാൽ നമുക്ക് 24 hours യൂസ് ചെയ്യാൻ പറ്റും. അറ്റ് ലാസ്റ്റ് നമ്മൾ സാക്കറിലേക്ക് കണ്ടുപിടിച്ചിരിക്കുന്നു. യുറീക്ക അതായത് സാക്കറിലേക്ക് നമ്മുടെ വലതുവശത്ത് കാണുന്നതാണ് സാക്കറിലേക്ക്. നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തായാലും ദൈവസഹായത്തിൽ വെള്ളമുണ്ട് കേട്ടോ. എന്നെ നിരാശപ്പെടുത്തിയില്ല. താങ്ക് യു എന്നെ കൊണ്ട് എത്തിച്ചു. അവസാനം എന്നെ ഒന്ന് ചുറ്റിച്ചു, എന്നാലും എത്തിച്ചു എന്നാണ് പറയാനായിട്ട്. നമ്മുടെ വലതുവശത്ത് കാണുന്നതാണ് സാക്കറിലേക്ക്. വലത്തോട്ട് തിരിഞ്ഞ് കുറച്ചും കൂടി പോകുന്ന അവിടെ റെസ്റ്റിംഗ് ഏരിയാസ് പോകണം. എൻ്റെ ബാക്കി കലാപരിപാടികൾ തുടങ്ങും. കലാപരിപാടികളായിട്ട് പോകുന്നില്ല, ഇത് കിട്ടും തോന്നുന്നു. അപ്പോൾ ഇതാ നമ്മൾ സാക്കർ ലേക്കിലോട്ട് ഇറങ്ങുകയാണ്. ലേക്ക് കാണിച്ചു പിന്നെ ഈ ഇന്ദ്രമുഖത്തെ കാണിച്ചവരെ ഓർമ്മിപ്പിക്കുന്ന കാണുന്നതാണ് സാക്കർ ലേക്ക് വരുന്ന അപ്രോച്ച് ഏരിയ. ഓക്കെ, നമ്മളവിടെ ചെല്ലുന്നു. എൻ്റെ കലാപരിപാടികളുമായിട്ട് ഞാൻ പോകുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് പക്ഷികളുണ്ടായിരുന്നു. ഈ ദേശാടന കിളികളെന്ന് പറയാവുന്ന രീതിയിൽ ദേശാടന പക്ഷികൾ കുറച്ചുണ്ടായിരുന്നു. പെലിക്കൻ പോലത്തെ ക്രെയിൻസും കുറച്ച് നല്ല ഈ കൊക്കിൻ്റെ പനം വിധ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇപ്രാവശ്യം വളരെ നല്ല രീതിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. താഴോട്ട് അപ്രോച്ച് കൂടി കാണുന്നുണ്ട്. അതെല്ലാം പോകണമെന്ന് നോക്കട്ടെ. ഞാൻ
പുറത്ത് പോയി നോക്കിയപ്പോഴത്തേക്ക് അങ്ങോട്ട് 4-wheel ഡ്രൈവ് ഉണ്ടെങ്കിലേ പോകാൻ പറ്റും. കുറച്ച് നല്ല കഠിനമേറിയ മണ്ണുള്ള സ്ഥലമുണ്ട് ഡ്രൈവ് ചെയ്തിട്ട്, അത് പറ്റത്തില്ല. 4-wheel ഡ്രൈവ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് അപ്രോച്ച് പോകാറുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് എൻ്റെ സാമഗ്രികളുമായിട്ട് ഞാൻ എൻ്റെ പരിപാടിക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ആ ലേക്ക് ഷൂട്ട് ചെയ്തിട്ടിടാം. ഓക്കെ. സോ അപ്പോൾ ഇതാണ് സാക്കർ ലേക്ക്, ഇതാണ് ഏരിയ. ഒരു വിൻ്ററിലൊക്കെ ഓക്കെ, സമ്മറിലിപ്പോൾ ഇത്തിരി ചൂടുണ്ട്, 36 ഡിഗ്രീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇത്തിരി ചൂടുണ്ട് പുറത്തിറങ്ങുമ്പോൾ. വെയിറ്റിംഗ് ഷെഡ്സ് ഉണ്ട്, റെസ്റ്റിംഗ് ഷെഡ്സ് ഉണ്ട്. ഇത് പർഗോള ടൈപ്പ് ഷെഡ്സാണ്. ഒരു മരത്തിൻ്റെ ചെറിയൊരു തണല് കിട്ടും, മരത്തടിയുടെ തണല് കിട്ടും. അല്ലെങ്കിൽ അത്യാവശ്യം ചൂടുള്ള സമയമാണ്. അപ്പോൾ വിൻ്ററിലൊക്കെ നല്ലൊരു സ്ഥലമാണ്. വന്നിട്ട് കണ്ടോ, നമുക്ക് ഈ പിക്നിക് സ്പോട്ട്സ് പോലുള്ള ഏരിയാസൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ വന്നിട്ട് ഇരിക്കാം. അപ്പോൾ സാമാന്യം നല്ലൊരു സ്ഥലമാണ്. വരിക, ഈ സ്ഥലം കാണുക, ഈ സ്ഥലത്തിൻ്റെ ദൃശ്യഭംഗികളൊക്കെ ആസ്വദിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയായിട്ട് പോട്ടെ, എൻ്റെ ഫോട്ടോഷൂട്ട്, എൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ എന്തെങ്കിലും കുറച്ച് നല്ല പിക്ചേഴ്സ് കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോൾ വളരെ തിരിച്ചു വരുന്നതാണ്. ഞാനിത് സാക്കർ ലേക്കിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് വണ്ടി അങ്ങോട്ട് ഇറക്കാനുള്ളൊരു സംവിധാനം ഇല്ല. ബട്ട് ഇതിപ്പോൾ പോവാം. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ സാക്കർ ലേക്ക്. ഞാൻ പറഞ്ഞു നേരത്തെ വന്നപ്പോൾ എന്നെ പറ്റിച്ചു, തോടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തടാകം നമുക്ക് റെഡിയാണ്. വരിക, വന്ന് കാണുക, ഈ പ്രശാന്ത സുന്ദരമായ പ്രകൃതി ഭംഗി നിങ്ങൾ ആസ്വദിക്കണം. പക്ഷെ വരുമ്പോൾ ഉച്ചയ്ക്ക് വരരുത്. ഇപ്പോൾ ഏതാണ്ട് 37 ഡിഗ്രി ചൂടുണ്ട്, ഇത്തിരി ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വരികയാണെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ടൊരു 3:30-4 മണി സമയം വന്നിട്ട് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. നല്ല സ്ഥലമാണ്. പിക്നിക് സ്പോട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാം. 4-wheel ഡ്രൈവ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അകത്തോട്ട് പോയിട്ട് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാം. നോർമൽ ഡ്രൈവ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്രോച്ച് ഏരിയ വരെ വരാം. അവിടെ പർഗോളയൊക്കെ ഇട്ടിട്ട് ഷെയ്ഡ്സ് ഉണ്ട്, ഇവിടെ വരാം. വെള്ളത്തിൻ്റെ പറ്റിയിട്ട് എനിക്ക് അഭിപ്രായങ്ങളൊന്നുമില്ല. ഒരു ലേക്ക്, ഒരു തടാകം ഇവിടെ ഉണ്ട്. മരുഭൂമിയിലെ അലൈനിലെ സാക്കർ തടാകമാണ്. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് പരിചയപ്പെടുത്താനാണ് ഞാൻ. ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെയും കൂടെ പരിചയപ്പെടുത്താറുണ്ട്. ക്യാമറയുടെ പിന്നിൽ പ്രവർത്തിച്ച വിരലുകൾ നിങ്ങൾ ക്യാമറയുടെ ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടു കാണും. ആ വിരലുകളുടെ ഉടമസ്ഥ ഇതാണ് ക്യാമറ വുമൺ രഞ്ജു, ക്യാമറ വുമൺ ആൻഡ് അസിസ്റ്റൻറ്റ് രഞ്ജു. താങ്ക് യു വെരി മച്ച് ഫോർ ദി വർക്ക്. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ക്ലോസിങ് ഔട്ട് സീനിലോട്ട് പോവാം.
അടുത്ത ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് വരെ ബൈ ബൈ. സാക്കർ ലേക്ക് അല്ലേ, വരൂ, വന്ന് പ്രശാന്ത സുന്ദരമായ പ്രകൃതി ഭംഗി കണ്ടാസ്വദിക്കും. വരുമ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ വരിക, അതാണ് ഏതാണ്ട് ഒരു നല്ല സമയം ഞാൻ പറയും. താങ്ക് യു. സാക്കറിലേക്ക് കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു, ചെറിയ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് ടു ദുബായ്. അവിടെ നിന്ന് ഓടിക്കണം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇഞ്ച പരിവായി പോയിട്ടോ. അപ്പോൾ ശരി, പോവാം, സ്റ്റാർട്ട്.